സഹപാഠികളുടെ നായ്ക്കുരണപ്പൊടി പ്രയോഗത്തിൽ ദുരിതത്തിലായി 10ാം ക്ലാസ് വിദ്യാർത്ഥിനി. കാക്കനാട് തെങ്കോട് ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥിനിക്കാണ് ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ദുരിതം അനുഭവിക്കുന്നത്. പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് കുടുംബം ആരോപിച്ചു. നായ്ക്കുരണപ്പൊടി പ്രയോഗത്തിൽ ശരീരമാസകലം പൊള്ളിയ വിദ്യാർത്ഥിനി 5 ദിവസത്തോളം കാക്കനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തുടർന്നും ശരീരത്തിന് വിവിധ അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് ദിവസേന ആശുപത്രിയിൽ കയറി ഇറങ്ങുകയാണ് ഈ കുടുംബം. സംഭവത്തിൽ കുറ്റക്കാരായ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂളിനും ഒപ്പം പോലീസിനും പരാതി നൽകിയിരുന്നു. ഇതുവരെയായിട്ട് നടപടി ഉണ്ടായില്ലെന്ന് കുട്ടിയുടെ അമ്മ പറഞ്ഞു. ഈ പൊടിക്ക് കൃത്യമായ ചൊറിച്ചിലോടുകൂടി കുട്ടിയുടെ എല്ലാ ഭാഗങ്ങളും, പ്രൈവറ്റ് ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളിലും പൊള്ളി വീണ് കുട്ടി വാഷ്റൂമിൽ, ഞാൻ ഇവിടുന്ന് പള്ളിക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് സ്കൂളിലേക്ക് ചെല്ലുന്ന അത്രയും നേരം എൻ്റെ കുട്ടിയെ വിവസ്ത്രയാക്കി നിർത്തിക്കൊണ്ടാണ് ആ സ്കൂളിലെ അധ്യാപകർ ഉൾപ്പെടെ പ്രവർത്തിച്ചത്. സ്വകാര്യ ഭാഗങ്ങളിലേക്കല്ല ഈ പൊടി ചൊറിഞ്ഞ് കൊച്ചു വേദന അനുഭവിക്കുമ്പോഴും കൂട്ടുകാരികൾ പുറത്ത് നിന്ന് കളിയാക്കണം, നീ പാൻറ്റീസ് ഇട്ടിട്ടില്ലേ, നിനക്ക് പീരീഡ് ആയതിൻ്റെ വേദനയാണ്, ഇതാണെന്ന് പറഞ്ഞിട്ടാണ്. ഇതേപോലെ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ട് ദേഹം ആസകലം ചൊറിഞ്ഞ് നിന്നിട്ട് അതേ സ്കൂളിലെ HM ഇൻചാർജുള്ള അതേ ദിവസം ഉണ്ടായിരുന്ന ജിഷ എന്ന് പറയുന്ന അധ്യാപിക ആ കുട്ടിയുടെ അടുത്തേക്ക് വരികയോ അറ്റ്ലീസ്റ്റ് ആ സ്കൂളിൽ ചവിട്ടി തുടയ്ക്കാനെങ്കിലും എടുക്കണം, അല്ലെങ്കിൽ കൈ തോർത്താനെങ്കിലും എടുക്കണം, ഒരു തോർത്തിൻ്റെ കഷ്ണം കൊടുത്തിട്ട് ഈ കുട്ടിയുടെ നാണം മറയ്ക്കാൻ ചെയ്യുന്ന ഒരു സാമാന്യ മര്യാദ പോലും ഒരു ലേഡി എന്ന നിലക്ക് അവരാരും ചെയ്തിട്ടില്ല. ഫെബ്രുവരി 3-നാണ് സംഭവം നടക്കുന്നത്. ഇതിന് പിന്നാലെ ഇൻഫോ പാർക്ക് പോലീസിൽ പരാതി നൽകി. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയതല്ലാതെ മറ്റ് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. മൊഴിയെടുക്കാൻ വന്ന പോലീസ് കുട്ടിയോട് വളരെ മോശമായാണ് പെരുമാറിയതെന്നും കുടുംബം ആരോപിച്ചു. പെൺകുട്ടി പറഞ്ഞ പല കാര്യങ്ങളും രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറായില്ലെന്നും ആക്ഷേപമുണ്ട്. ഇതേ തുടർന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി കൊടുത്തിരിക്കുകയാണ് കുട്ടിയുടെ അമ്മ. സ്കൂളിലെ അധ്യാപകർ വിഷയം ഒതുക്കി തീർക്കാനാണ് ശ്രമിക്കുന്നതെന്നും പരാതിയുണ്ട്. മറ്റൊരു പെൺകുട്ടിക്ക് നേരെ പ്രയോഗിക്കാൻ കൊണ്ടുവന്ന പൊടിയാണ് തന്റെ ദേഹത്തിട്ടതെന്ന് പെൺകുട്ടി പറഞ്ഞു. പൊടി എൻ്റെ ദേഹം മൊത്തം വീണ് എൻ്റെ സ്വകാര്യ ഭാഗങ്ങളിലെല്ലാം പൊട്ടിത്തുടങ്ങിയായിരുന്നു. യൂറിൻ പോണ സ്ഥലത്ത് വരെ പൊട്ടി ചോര വന്ന രീതിയിലൊക്കെയായിരുന്നു എനിക്ക്. സ്കൂളിൽ പറഞ്ഞപ്പോൾ എനിക്ക് മോശമായ അനുഭവമായിരുന്നു. ടീച്ചർമാരായിരുന്നു, ജിഷ ടീച്ചറായിരുന്നു, ആരായിരുന്നായാലും ഉണ്ടായത്. സാർമാരൊന്നും എനിക്ക് സപ്പോർട്ടല്ലായിരുന്നു. സ്കൂളുകാർ ചെയ്തു വെച്ച പിള്ളേർക്കാണ് എപ്പോഴൊക്കെയാലും സപ്പോർട്ട് ചെയ്യണം. എനിക്ക് യാതൊരുവിധ പരിഗണന അവർ തന്നില്ല, എന്നെ ചേർത്ത് നിർത്തണമില്ല. പോലീസിൻ്റെ അടുത്ത് കേസ് കൊടുത്താലും ഇൻഫോ പാർക്ക് സ്റ്റേഷനിലായിരുന്നു അമ്മ കേസ് കൊടുത്തത്. ബിജു വർഗീസ് എന്ന് പറഞ്ഞ പോലീസുകാരൻ ആ കൂട്ടത്തിൽ ഇന്ന് പറയുണ്ടായിരുന്നു. ഇതൊക്കെ ജിഷയും ശ്രീകാന്ത് സാറും ഇത് സോൾവ് ചെയ്യാൻ എന്നെ വിളിപ്പിച്ചായിരുന്നു എന്ന്. മൂത്രാശയ സംബന്ധമായ രോഗങ്ങളെ തുടർന്ന് ഏറെ ബുദ്ധിമുട്ടിലായ പെൺകുട്ടിയെ ഹാജരില്ലെങ്കിൽ പരീക്ഷ എഴുതിക്കാനാവില്ലെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ക്ലാസ്സിലെത്തിക്കാനുള്ള ശ്രമം നടക്കുന്നതായി അമ്മ പറയുന്നു. അതേസമയം SSLC പരീക്ഷയ്ക്ക് ശേഷം സംഭവത്തിൽ നടപടി ഉണ്ടാകുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.